യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുന്നേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവിൻ്റെ വിളിയാണ് നാം വായിച്ച വചനത്തിലെ പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണ് ദൈവം അദ്ദേഹത്തെ വിളിച്ചത്? സമയവും കാലവും ദൗത്യവും ശുശ്രൂഷയുമെല്ലാം ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഏത് സമയത്താണ് ദൈവം യിരെമ്യാവിനെ വിളിച്ചത്? നിന്നെ ഉദരത്തിൽ ഉളവാക്കിയതിന് മുന്നേ ഞാൻ അറിഞ്ഞതാണ്. അതിൻ്റെ കാലം എപ്പോഴായിരുന്നു? നീ ഗർഭപാത്രത്തിൽ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശദീകരിച്ചിരിക്കുകയാണ്. നിന്റെ ദൗത്യം എന്താണ്? ജാതികൾക്ക് പ്രവാചകനായി തീർന്നിരിക്കുകയാണ്. എന്താണ് ശുശ്രൂഷ? ദൈവത്തിൻ്റെ ദൂത് മറ്റുള്ളവരോട് പങ്കുവെക്കുക. ദൈവം ഒരാളെ വിളിച്ചുവെങ്കിൽ, നിയോഗിച്ചുവെങ്കിൽ അവർക്ക് അതിനുള്ള കൃപയും ദൗത്യവും കൊടുക്കും. ദൈവം ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ആ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന ആൾക്ക് ആവശ്യമുള്ള ദൈവകൃപ നൽകുന്ന ദൈവമാണ്. ബാലനായ യിരെമ്യാവിന് ദൈവകൃപ കൊടുത്ത് ശുശ്രൂഷയിൽ മുന്നേറി അനുഗ്രഹീതനായി തീർന്ന യിരെമ്യാവിനെ കാണാൻ കഴിയും. വിളിച്ചത് ദൈവമാണെങ്കിൽ ശുശ്രൂഷ നൽകുന്നതും ദൈവം താൻ തന്നെയാണ്.